കൂത്താട്ടുകുളം നഗരസഭയിലെ സംഘർഷത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ അന്വേഷണം. അഡീഷണൽ എസ്പിയോട് ആലുവ റൂറൽ എസ്പി റിപ്പോർട്ട് തേടി. അതേസമയം സിപിഐഎമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കൌൺസിലർ കലാരാജു രംഗത്തെത്തി. വസ്ത്രങ്ങൾ വലിച്ചുകീറിയെന്നും കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം. യുഡിഎഫുമായി സഹകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും കല റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നലെ അവിശ്വാസം വെച്ചിട്ടായിരുന്നു. കോടതിയുടെ ഉത്തരവും ഉണ്ടായിരുന്നു നമുക്കതിനകത്ത് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് ഇറങ്ങിയ ആ സമയത്ത് നമ്മളെ അവർ തടയാൻ വേണ്ടി വളരെ ഹീനമായ രീതിയിൽ പേരെടുത്ത് പറയാൻ നമ്മുടെ ഒപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വനിതാ സഖാക്കൾ നമ്മളെ പുരുഷന്മാരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും നമ്മളെ ഒരു വനിത എന്നുള്ള നിലയിൽ അവരെൻ്റെ മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. നമ്മളെ അകത്തോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി ഇത്രയും പോലീസ് സന്നാഹവും ഈ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നിരിക്കെ നമ്മളോട് പിന്നെ അകത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ അവർ തടയുകയാണ് ഉണ്ടായത്. അപ്പം ശരിക്കും നമുക്ക് ശാരീരികമായ ഉപദ്രവങ്ങളേറ്റു. ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു മുറിയിലിട്ട് അടച്ചു. വിശ്വാസത്തിന് ടൈം കഴിഞ്ഞിട്ട് ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അതേസമയം ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സിപിഐഎം നേതാക്കൾക്കെതിരെ കേസെടുത്തത്. കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. എന്നാൽ തട്ടിക്കൊണ്ടുപോയതും തിരികെ എത്തിച്ചതും കോൺഗ്രസ് എന്നാണ് സിപിഐഎമ്മിന്റെ ആരോപണം. കലാരാജു മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകും. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂരും സൈഫുനിസ അലിയാരും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് അർജുൻ മട്ടന്നൂരിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ, കൂത്താട്ടുകുളത്തെ നാടകീയ സംഭവവികാസങ്ങൾ അർജുനും നേരിട്ട് കണ്ടതാണല്ലോ. ഈ സംഘർഷത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ ഇപ്പോൾ അന്വേഷണം വരികയാണ്. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ട് തേടലിന് പിന്നിൽ? അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ ചർച്ചകൾ എന്താണ്? വിവരങ്ങൾ എന്താണ് അർജുൻ? സുജയ, കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിന് പോലീസ് സംരക്ഷണം നൽകണം എന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇന്നലെ അവിശ്വാസ പ്രമേയത്തിന് കലാരാജു അടക്കമുള്ളവർ എത്തിയപ്പോൾ പോലീസ് കൃത്യമായി സംരക്ഷണം നൽകിയില്ല. മാത്രവുമല്ല, പോലീസ് കലാരാജുവിനെ ഈ CPM പ്രവർത്തകർക്കൊപ്പം നേതാക്കൾക്കൊപ്പം വാഹനത്തിൽ കയറ്റിവിടാൻ സഹായിച്ചു തുടങ്ങിയ ആരോപണങ്ങളും പരാതികളുമാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അടക്കം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഡിവൈഎസ്പി അടക്കം ഇത് തടയാൻ ശ്രമിച്ചില്ല. തട്ടിക്കൊണ്ടുപോകുന്ന അടക്കം ഈ പോലീസുകാരുടെ മുമ്പിൽ വെച്ചാണ് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തവുമാണ്. അതിന് ശേഷം മണിക്കൂറുകളോളം ഈ കലാരാജുവിനെ പാർപ്പിച്ചത് കൂത്താട്ടുകുളം CPIM ഏരിയ കമ്മിറ്റി ഓഫീസിലാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം വൈകിട്ട് CPM ഓഫീസിൽ പോയപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലൂടെയാണ് കലാരാജുവിനെ CPIM നേതാക്കൾ തന്നെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കി വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അത്തരത്തിൽ പോലീസ് അടക്കം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ വന്നെങ്കിൽ പോലും അവർ അകത്ത് കയറി പരിശോധിക്കാനോ മറ്റ് നടപടിയിലേക്ക് കടക്കാനോ അവർ മുതിർന്നുമില്ല. ഇത്തരത്തിൽ കൃത്യമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ട് എന്നാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. ഈ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആലുവ റൂറൽ SP ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ SPയോടാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനുശേഷം സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരിക്കും ചെയ്യുക. എന്തായാലും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. മാത്രവുമല്ല, ഹൈക്കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവടക്കം പോലീസ് ലംഘിച്ചു, കൃത്യമായ സുരക്ഷ നൽകിയില്ല എന്ന കാര്യം ഹൈക്കോടതിയെ ബോധിപ്പിക്കും. ഇത് കോടതി അലക്ഷ്യമാണ് എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. ഒരുപക്ഷെ നാളെയായിരിക്കും മജിസ്ട്രേറ്റിന് കലാരാജുവിന്റെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളത്. സൈഫുനിസ, നമ്മൾ കലാരാജുവിനോട് സംസാരിച്ചപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടി വിടുക എന്ന് പറഞ്ഞാൽ 25 വർഷമായി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് മാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് കൃത്യമായി തനിക്ക് സംഭവിച്ച കാര്യങ്ങളിൽ വലിയ വിഷമമുണ്ട് എന്നവർ പറയുന്നുണ്ട്. രഹസ്യമൊഴിയിലും നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാനല്ലേ സാധ്യത? തീർച്ചയായും സുജയ, രഹസ്യമൊഴി നാളെ നൽകാനാണ് സാധ്യതയുള്ളത്. ഇന്ന് ഇപ്പോൾ കലാരാജു എറണാകുളം കടവന്ത്രയിലെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. നമ്മൾ രാവിലെ കലാരാജുവിന്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ കലാരാജു പറഞ്ഞത് UDFിലേക്ക് പോകുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആലോചിച്ച ശേഷമാണ് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം CPMുമായി ചെറുപ്പകാലം മുതൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത്രയും മോശം അനുഭവം, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അനുഭവം പാർട്ടി സഖാക്കളിൽ നിന്ന്, അത്രയും നാൾ കൂടെ പ്രവർത്തിച്ചവരിൽ നിന്ന് പോലും ഉണ്ടായി. അത് തന്നെ വളരെയേറെ വേദനിപ്പിച്ചു.
ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഭാവി തീരുമാനങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നലെ നടന്ന സംഘർഷത്തിൽ തന്റെ വസ്ത്രം വലിച്ച് ഊരാനും സാരി അഴിക്കാനും എല്ലാം തന്നെ ശ്രമം നടന്നു. പുരുഷന്മാരായ 2 സഖാക്കൾക്ക് ഒപ്പമാണ് തന്നെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടത്. വനിതാ കൗൺസിലർമാർ ആരും കൊണ്ടുപോയിരുന്നില്ല. വനിതാ കൗൺസിലർമാർ മുടിക്കുത്തിൽ പിടിച്ചും സാരി വലിച്ചഴിച്ചും ഈ പുരുഷന്മാരുടെ ഒപ്പം വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുകയായിരുന്നു. ഇങ്ങനെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയ ശേഷം തനിക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്കൊന്നും എത്തിയില്ല. പക്ഷെ മാനസികമായി വളരെയധികം പീഡനം അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് മഹിളാ അസോസിയേഷൻ വനിതകളെല്ലാം തന്നെ എത്തുകയും അവിടെ നേതാക്കൾ എത്തി അവിടെ വെച്ച് തന്നോട് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എത്തി പരിശോധന നടത്തിയെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞില്ല. പിന്നീട് വൈകിട്ടാണ് ഈ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് CHC-യിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ തനിക്ക് വലിയൊരു അരക്ഷിതാവസ്ഥ തോന്നി. അങ്ങനെയാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ വാഹനത്തിൽ ഇപ്പോൾ കടവന്ത്ര ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. തനിക്ക് അഭയം നൽകിയിരുന്നത് UDF ആണ്. കാരണം ഈ സംഘർഷത്തിലടക്കം തനിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം തന്നെ പരിഗണിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത് UDF ആണ്. അതുകൊണ്ട് UDF-ലേക്ക് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ആലോചിച്ച് ഉറപ്പിച്ച രീതിയിലുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഈ കലാരാജ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം പൊതുമധ്യത്തിൽ വെച്ച് വസ്ത്രം വലിച്ചു കീറുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയപ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഒരു കേസ് കൂടി നൽകണം. കാരണം മക്കൾ നൽകിയ അമ്മയെ കാണാനില്ല തട്ടിക്കൊണ്ടുപോയി എന്നൊരു കേസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്റെ പേരിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കൂടാതെ തന്നെ നിലവിൽ മക്കളുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 50 പേരാണ് പ്രതികൾ. അതിൽ 5 പേർ ഒന്നാം പ്രതി CPM ഏരിയ സെക്രട്ടറി PV സതീഷാണ്. രണ്ടാം പ്രതി നഗരസഭാ ചെയർപേഴ്സണും നഗരസഭാ വൈസ് ചെയർമാനും CPM കൗൺസിലറും അതുകൂടാതെ CPM ലോക്കൽ സെക്രട്ടറിയും ഒക്കെയാണ് കേസിൽ പ്രതികളായുള്ളത്. കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ FIR-ൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ച് ഇറക്കി മർദ്ദിച്ചു എന്നും ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോകലിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും നിയമവിരുദ്ധമായി സംഘടിച്ചതിനുമാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുജയ, കലാരാജു മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകാൻ പോകുന്നു. ഇപ്പോൾ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൗൺസിലർ കലാരാജു. പാർട്ടി വിടാനാണോ കലാരാജു ഒരുങ്ങുന്നത്? ഉടൻ പറയാമെന്നാണ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.